ഒരു തവണ ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അള്ളാഹു നമുക്ക് എഴുതപ്പെടുന്നു. 10 ലക്ഷം നന്മകൾ അള്ളാഹു എഴുതപ്പെടുകയും 10 ലക്ഷം തിന്മകൾ അള്ളാഹു മാറ്റപ്പെടുകയും 10 ലക്ഷം ദറജകൾ അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു പുതുവർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നിരതരാകണം. ജീവിതത്തിൽ മരണം അത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് മരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത് ഓതിയാൽ ഒരിക്കലും ആ മനുഷ്യൻ മരണപ്പെടില്ല, അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അതുമാത്രമല്ല, മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന, ജീവിതത്തിന്റെ എത്ര വലിയ പ്രയാസങ്ങളും മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കിക്കളയാൻ കഴിയുന്ന ഏറ്റവും അത്യത്ഭുതങ്ങളുടെ മഹാത്ഭുതം നിറഞ്ഞ ഒരു ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ദുആയാണ്, ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വട്ടം ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ നാം അറിയാതെ നമ്മുടെ കണക്ക് പുസ്തകത്തിലേക്ക് അത് എഴുതപ്പെടുകയാണ്. നമ്മൾ പോലും അറിയില്ല. നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ മതി, 10 ലക്ഷം നന്മകൾ അള്ളാഹ് നമുക്ക് എഴുതും. 10 ലക്ഷം തിന്മകൾ, ചെറുപാപങ്ങൾ അള്ളാഹു പൊറുപ്പിച്ചു കളയും. 10 ലക്ഷം ദറജകൾ അള്ളാഹു നാളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഉയർത്തപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മഹത്തരമായ ദിക്റാണ് ഞാൻ ഈ പറയാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ദിക്ർ. ഈ ദിക്ർ എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എവിടെയാണ് ചൊല്ലേണ്ടത് എന്നാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ പുറകെ നമ്മൾ പരക്കം പായുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട് വിട്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടികളിലോ അതല്ലെങ്കിൽ വല്ല മാർക്കറ്റുകളിലോ അതുപോലെ ചന്തകളിലോ ഷോപ്പിംഗ് മാളുകളിലോ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന ദിക്ർ നമ്മൾ ചൊല്ലണം. അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഒരൊറ്റ തവണ നിങ്ങൾ ചൊല്ലിയാൽ മതി. ഒരൊറ്റ തവണ ചൊല്ലിയ 10 ലക്ഷം നന്മകളാണ്. സുബ്ഹാനല്ലാഹ്, നാളെ അള്ളാഹുവിന്റെ പടച്ചവന്റെ പരലോകത്ത് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ നമുക്ക് കിതാബുകൾ നൽകപ്പെടും. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെന്താ, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹ. പടച്ചോനെ, ഇത് എന്തൊരു കിതാബാണ്? നമ്മളെല്ലാവരും ചോദിക്കും, അല്ലാഹ് ഇത് എന്തൊരു കിതാബാ? മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ് റബ്ബേ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹ. പടച്ചവനെ, ഞാൻ ചെയ്ത നന്മകളും തിന്മകളും ഒക്കെ ഇതിനകത്തുണ്ട്, ഒരെണ്ണം വിട്ടുപോയിട്ടില്ല, എല്ലാം ഇതിനകത്തുണ്ട് എന്ന് അത്ഭുതത്തോടെ വിശ്വാസി സമൂഹം അള്ളാഹുവിന്റെ ദർബാറിൽ പറയുമെന്നാണ്. ആ കണക്ക് പുസ്തകത്തിൽ വലതു കൈയിൽ നൽകുന്നവരുണ്ട്, ഇടതു കൈയിൽ നൽകുന്നവരുണ്ട്. നന്മകൾ അധികരിച്ചവർക്ക് വലതു കൈയിലാണ് അള്ളാഹു സമ്മാനം കൊടുക്കുന്നത് പോലെ കൊടുക്കുക. ആ സമ്മാനത്തിൽ നമുക്ക് വലതു കൈയിൽ കിട്ടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നന്മയുടെ കണക്ക് പുസ്തകത്തിൽ അളവുകോൽ വർദ്ധിക്കപ്പെടുന്ന ഒരു അത്ഭുതകരമായ ദിക്ർ ഒരൊറ്റ തവണ ചൊല്ലിയാൽ 10 ലക്ഷം നന്മകളാണ് അള്ളാഹ് രേഖപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങാടി പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ചന്തകളിൽ സാധനങ്ങൾ വാങ്ങാൻ പ്രവേശിക്കുമ്പോൾ, ഷോപ്പിംഗ് മാളുകൾ പ്രവേശിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പ്രതിഫലം കിട്ടും. അതിനു മുമ്പ് നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ സലാം പറയുക. സലാം പറയുക, എങ്ങനെ സലാം പറയുക? സ്ത്രീകളാണ്. ഇപ്പോൾ സ്വാഭാവികമായും പുരുഷന്മാരൊക്കെ പ്രവാസികളാണ്, വീട്ടിലില്ലാത്തവരായിരിക്കും. ഇപ്പൊ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ മാർക്കറ്റുകളിലും കടകളിലൊക്കെ നമുക്ക് പോകേണ്ടി വരും. അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ സ്ത്രീകളുണ്ടാകുമല്ലോ. അവിടെ പോകുമ്പോൾ ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി ആകർഷണീയതയല്ലാത്ത രീതിയിൽ ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലണം. അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ സ്വാഭാവികമായും നമ്മളെപ്പോലെ മറ്റ് വീടുകളിൽ താമസിക്കുന്ന സഹോദരിമാരുണ്ടാകുമല്ലോ. സഹോദരിമാരോട് സലാം പറയണം. സഹോദരങ്ങളോട് സലാം പറയണം. പെങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾ സലാം പറയണം. ആരോട്? പെണ്ണുങ്ങളോട്, അന്യപുരുഷന്മാരോടല്ല. പെണ്ണുങ്ങളെ കണ്ട അസ്സലാമു അലൈക്കും, സലാം നമ്മൾ വ്യാപിപ്പിക്കണം.
സലാം വ്യാപിപ്പിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം വ്യാപിപ്പിക്കുന്നതിന്റെ മഹത്വം ഇങ്ങനെ മദീന പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മസ്ജിദുൻ നബവിയിൽ ഈന്തപ്പനയോലകൾ കൊണ്ടുണ്ടാക്കിയ തൂണുകൾക്ക് മറവിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സാറ്റ് ഒളിച്ചു കളിച്ചു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒളിച്ചു നിൽക്കും. ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും പറയും. അങ്ങനെ സലാം പറയുന്നതിൽ അവർ കളിച്ചിരുന്നു എന്ന് ചരിത്രം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും സലാം പറയുമായിരുന്നു. സലാം പറഞ്ഞപ്പോൾ ചോദിച്ചു അത്രേ, എന്തേ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് നിങ്ങളിങ്ങനെ അങ്ങോട്ട് സലാം പറയുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹബീബ് സലാമിന്റെ മഹത്വം പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്, അതൊരു വലിയ നേട്ടമാണ്. കുഞ്ഞു മക്കളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറയുമ്പോൾ അവർ തിരിച്ചു വഅലൈക്കുമുസ്സലാം എന്നവർ പറയും, നിനക്കും അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂലേ, ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോയാലോ എന്ന് പറഞ്ഞ സ്വഹാബത്താണ്. അതുകൊണ്ട് അങ്ങാടി പ്രവേശിക്കുമ്പോൾ നമ്മൾ സലാം വ്യാപിപ്പിക്കുക. അങ്ങാടി പ്രവേശിക്കുമ്പോഴല്ല, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴല്ല, എപ്പോഴും സലാം പറയൽ. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സലാം പറയൽ മഹത്വമുണ്ട്. സലാം കൊണ്ട് നമ്മുടെ നാവുകൾ ധന്യമാകണം. ശേഷം നമ്മൾ ഈ പറയുന്ന ദിക്ർ, ഈ ദിക്ർ നമ്മൾ ഒരു വട്ടം ചൊല്ലി, നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ഒരു വട്ടം ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തും. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, പടച്ചവനെ നീയാണ് ആരാധനയ്ക്കരുത്, മറ്റൊരാളുമില്ല. ലഹുൽ മുൽക്കു, നിന്നിലാണ് രാജാധികാരം. വലഹുൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. യുഹീ വയുമീതു, നീ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്, ഒരിക്കലും നിനക്ക് മരണമില്ല. ബിയദിൽ ഖൈറു, നിന്റെ കയ്യിലാണ് മുഴുവൻ ഹസനാത്തുകളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പടച്ചവനെ, ഈ ദിക്ർ നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തും. 10 ലക്ഷം ചെറുപാപങ്ങൾ ഒരൊറ്റ ദിക്ർ കൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. അല്ലാഹ് മായ്ച്ചു കളയും. അതുമാത്രമല്ല, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുമോ എന്ന് നമുക്ക് ഭയമാണ്, പേടിയാണ്. ഒരു ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു വാറന്റി ഇല്ല. എന്നാൽ ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ അല്ലാഹു 10 ലക്ഷം ദറജകൾ ഉയർത്തുമെന്നാണ്. സ്വാഭാവികമായും സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് ദറജ ഉയർത്തൂലല്ലോ. ഈ ദിക്ർ അധികരിപ്പിക്കുന്നവർക്ക്, ഈ ദിക്ർ മുറുകെ പിടിക്കുന്നവർക്ക്, ഈ ദിക്ർ കൃത്യമായി ചൊല്ലുന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് മഹാരഥനാകുന്ന ഇമാമുന അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള യാഫിഅ ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ ദിക്ർ മുറുകെ പിടിക്കണം. കാരണം 10 ലക്ഷം പാപമാണ് അക്കൗണ്ടിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയുന്നത്. നമ്മുടെ തിന്മ എഴുതുന്ന മലക്കിൽ നിന്നും 10 ലക്ഷം തിന്മകളാണ് അല്ലാഹു എറൈസ് മായ്ച്ചു കളയാണ്. അല്ലാഹു പറയും, അത് വിട്ടേക്ക്. 10 ലക്ഷം, 10 നന്മകളല്ല, 10 ലക്ഷം തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. 10 ലക്ഷം നന്മകൾ അല്ലാഹു കൊണ്ടിടുവാണ് അതേ സ്ഥാനത്ത്. 10 ലക്ഷം ദറജ അല്ലാഹു സ്വർഗത്തിൽ ഉയർത്തുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ ഇന്ന് മുതൽ, നമ്മൾ അങ്ങാടി പോകുമ്പോഴോ കടയിൽ പോകുമ്പോഴോ അതുപോലെ മാർക്കറ്റിൽ പോകുമ്പോഴോ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോഴോ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങളൊക്കെ പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് ചൊല്ലണം. ഇത് ചൊല്ലുമ്പോൾ ഇതിങ്ങനെ അറിയാവുന്ന ദിക്റാണ്. ഇതിങ്ങനെ നിത്യമായി ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായി മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതങ്ങ് മാറും, ഒരു കൂട്ടാളിയായി മാറും, നമ്മളെ പിടിവള്ളിയായി മാറണം. സുബ്ഹാനല്ലാഹ്. നമ്മളത് മുറുകെ പിടിക്കുന്നവരാകണം. ഇന്ന് മുതൽ പടച്ചവൻ, എൻ്റെ 10 ലക്ഷം നന്മകൾ എനിക്ക് എഴുതപ്പെടണം, തിന്മകൾ എനിക്ക് മായ്ച്ചു കളയണം, ദറജ എനിക്ക് ഉയർത്തണം. എനിക്കതുകൊണ്ട് എനിക്കിത് മുറുകെ പിടിക്കണം എന്ന നിയത്തിൽ ഇത് കേൾക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത് പള്ളിയാണ്.
ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളിയാണ്. അള്ളാഹിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള കാര്യം അത് ചന്തകളാണ്, മാർക്കറ്റുകളാണ്. കാരണം എന്താ? അവിടെ ആണും പെണ്ണും കൂടിക്കലരും. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന അവിടെയാ. ഇബ്ലീസിനെ കളി കളിക്കാൻ പറ്റുന്ന അവിടെയാ. അള്ളാഹിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലവും അതവിടെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ പോകുമ്പോൾ അള്ളാഹിനോട് കാവല് ചോദിക്കണമല്ലോ, അള്ളാഹിനെ മുറുകെ പിടിക്കണമല്ലോ, അള്ളയാണ് വലുതെന്ന് നമ്മൾ പറയണമല്ലോ, അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കണമല്ലോ. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ സുരക്ഷിതത്തിന്റെ കരുതലിന്റെ കവചങ്ങൾ തീർക്കാൻ ഈ ദിക്ർ മുറുകെ പിടിക്കാൻ മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്ന, മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, മഹാരഥന്മാർ അതിന്റെ ആശയം നമ്മിലേക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുമായിട്ടൊരു ബന്ധം, നമ്മുടെ ദിക്ർ കൊണ്ട് നമുക്കൊക്കെ ഒരുപാട്, ഏത് കാര്യത്തിലും അള്ളാഹിന്റെ ദിക്റാണ് നമുക്ക് വലുത്. നമ്മൾ മനസ്സിലാക്കണം. അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ഹൃദയം സംക്ഷിപ്തമാകുന്നത്, ഹൃദയം സമാധാന ചിത്തമാകുന്നത്, ഹൃദയം റിലാക്സ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾ കള്ളു കുടിക്കുമ്പോഴോ, സിനിമ കാണുമ്പോഴോ, പാട്ട് കേൾക്കുമ്പോഴോ, മ്യൂസിക് കേൾക്കുമ്പോഴോ ഒന്നുമല്ല. മനസ്സിന്, കൽബിനൊരു റാഹത്ത് കിട്ടപ്പോഴാണെന്നറിയോ? തത്മഇന്നുൽ ഖുലൂബ്. ആ ഹൃദയം ഒരു വല്ലാതെ ആശ്വാസകരമായി റിലാക്സ് ആയി മാറുന്നത് അലാബി ദിക്രില്ല, അള്ളാന്റെ ദിക്ർ ചൊല്ലുമ്പോഴാണ്. അങ്ങനെ ഒരു ഈമാന്റെ മാധുര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കുറേ ദിക്ർ ചൊല്ലുന്നുണ്ട്, കുറേ ഖുർആൻ ഓതുന്നുണ്ട്, കുറേ സ്വലാത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള മാറ്റമൊന്നുമില്ല. എന്തേ? അത് ആത്മാർത്ഥമായി ചൊല്ലാത്തത് കൊണ്ടാണ്, ഹൃദയത്തിൽ തട്ടി നമ്മൾ ചൊല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രയോ സ്വഹാബത്ത്, എത്രയോ മുൻഗാമികൾ അല്ല എന്ന് കേൾക്കുമ്പോഴേ കരയും. നമ്മൾ എത്ര വട്ടം അല്ല എന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ എത്ര വട്ടം അല്ല എന്ന് കേൾക്കുന്നുണ്ട്, നമ്മൾ എത്ര വട്ടം അല്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് വരെ നമ്മുടെ ഹൃദയം ഒന്ന് പിടച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം ഒന്ന് പേടി വന്നിട്ടുണ്ടോ? നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദിക്റിലായി നമ്മുടെ ജീവിതം ധന്യമായാൽ അള്ളാഹുവിൻ്റെ നളറിലായി നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ നളറിലായി നമ്മൾ ജീവിച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. അവന് വിചാരണയില്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ദിക്റിലായി നമ്മുടെ നാവ് നനയണമെന്നാണ്. അങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ദുനിയാവിലെ നിധികളിൽ ഒരു നിധി എന്ന് പറഞ്ഞാൽ ലിസാനുൻ ദാക്കിറുൻ. ദിക്ർ ചെയ്യുന്ന നാവ് അത് അള്ളാഹുവിൻ്റെ ദുനിയാവിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. നിധി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളതാണ്. അപ്പം നമ്മുടെ നാവ് എപ്പോഴും ദിക്റിലായി കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളായി അള്ളാഹു നമ്മളെ മാറ്റുമെന്നാണ്. അങ്ങനെ അള്ളാഹിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായാൽ ദുനിയാവ് നമ്മൾ പേടിക്കണ്ട, ആഖിറ നമ്മൾ പേടിക്കണ്ട. ഒരിടത്തും നമുക്ക് പരാജയം സംഭവിക്കൂല. അത് കച്ചവടത്തിലാകട്ടെ, അത് പഠനത്തിലാകട്ടെ, അത് ഏത് കാര്യത്തിലാകട്ടെ, അള്ളാഹ് നമ്മളെ കൈവിടൂല. പിന്നെ നമ്മൾ പിടിക്കുന്ന കൈ അത് അള്ളയാണ്, നടക്കുന്ന കാല് അള്ളയാകും, ചിന്തിക്കുന്ന ഹൃദയം അള്ളയാണ്. അങ്ങനെ തുടങ്ങി നമ്മുടെ ആശ്രയവും അവലംബവും എല്ലാം അള്ളയായി മാറണമെങ്കിൽ ദിക്റിലായി നമുക്ക് മുന്നോട്ട് പോകണം. അത് ഈ ഒരു ദിക്ർ മാത്രമല്ല, ജീവിതത്തിന്റെ എഴുന്നേൽക്കുന്നത്, ഒരു ദിവസം എഴുന്നേറ്റത് മുതൽ തിരിച്ചാ കിടക്കപ്പായിലേക്ക് മടങ്ങിയെത്തുന്നത് വരെയുള്ള നിമിഷങ്ങൾ മുഴുവനും നമ്മൾ ദിക്റിലായി നമ്മൾ കഴിഞ്ഞു പോകുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റാഹത്തിൻ തീരത്ത് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അത്ഭുതകരമായ മാറ്റം, അതിൻ്റെ ഫലം എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മളെപ്പോഴും ദിക്റിലാകണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ അങ്ങാടി പ്രവേശിക്കുമ്പോഴും ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോഴും ചന്തകളിൽ പോകുമ്പോഴും മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ ഈ ദിക്ർ ഉണ്ടല്ലോ, ഈ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹയ്യുൽ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഇന്ന് മുതൽ ഈ നിമിഷം നമ്മൾ കേട്ടത് മുതൽ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ച് മനപ്പാഠമാക്കി, നമുക്കറിയാവുന്ന ദിക്റാണ്, ഒന്ന് രണ്ട് പദങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു നമുക്കറിയാം, യുഹ്യി വയുമീതു നമുക്കറിയാവുന്ന പദമാണ്, വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈർ. ഇതാണ് അധികമായി നമുക്ക് പതിവില്ലാത്തൊരു ദിക്റായി കയറി വന്നത്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് നമുക്കറിയാം. ഇത് നമ്മൾ നിത്യമാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല. ഇതിപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ
പറയണേ. ഇത് ചെറിയ ദിക്റാണല്ലോ, ഇതിന്റെ മഹത്വം അറിയണമെങ്കിൽ, അതല്ലെങ്കിൽ ഇതിന്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കണക്ക് പുസ്തകം നമ്മുടെ കരങ്ങളിലേക്കൊന്ന് വരുമ്പോൾ പടച്ചോനെ അന്ന് ചൊല്ലിയാൽ മതിയായിരുന്നു, 2 തവണ ചൊല്ലിയപ്പോഴത് ഇത്രയും അക്കൗണ്ടിൽ വന്നെങ്കിൽ നിത്യമാക്കിയിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം കിട്ടുമായിരുന്നു എന്ന് പിന്നീട് പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം അള്ളാന്റെ കോടതി ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്ന മഹ്ശറയിലാണ് 10 ലക്ഷം നന്മ അള്ളാഹു നമുക്ക് എഴുതപ്പെടുക. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, പാഴാക്കരുത്. അതൊരു വലിയ നഷ്ടമായി നമുക്ക് മാറും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഭദ്രം ദീൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നമ്മിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് കമന്റിലൂടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹ് ഹാസിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇൻഷാ അള്ളാഹ് എല്ലാവരും കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.